ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നാണ് നമ്മുടെ കോട്ടറമ്പ് കുംഭഭരണി മഹോത്സവം. ഇന്ന് 18:30 കാവിൽ ഇന്ന് പൂരമുണ്ട്. അപ്പം നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ പൂരമാണ് കേട്ടോ കോട്ടറമ്പ് പൂരം. ഞങ്ങൾ രാവിലെ ഞങ്ങൾ ഒരു 7 മണിയാവുമ്പോൾ ഞങ്ങൾ എണീറ്റിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും ഞങ്ങളുടെ കുറച്ച് സിംഗിൾ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ അപ്പം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സമയത്ത് പോയത്. പക്ഷേ അപ്പോഴായിരുന്നു അവിടെ ഏറ്റവും തിരക്ക്. നല്ല തിരക്കായിരുന്നു. രാവിലെ തൊട്ടിട്ടേ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. തൊഴാനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. പുറത്ത് ക്യൂ ആയിരുന്നു അമ്പലത്തിനകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പ്ലിങ്ങായിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് തൊഴുതിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ എല്ലാവരും വന്നിട്ട് തൊഴാൻ പോവും. ഓക്കെ, അമ്മയൊന്നും വന്നില്ല, ഞാനും പൊന്നും മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സാമ്പാറിൻ്റെ മണ്ണെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ എനിക്ക് തോന്നി അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. ഞാൻ രാവിലെ 7 മണിക്കാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ തലേദിവസം വട്ടയപ്പത്തിന് ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വട്ടയപ്പം റെഡിയായി. അവിയലും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിച്ചമ്മ ദാച്ചാശൻ്റെ കയ്യാളായിട്ട് പിന്നാലെ നടക്കുകയാണ്, കാറൊക്കെ കഴുകിയിട്ട്. ഹലോ, എന്താ പറയുക, രാവിലെ എണീറ്റിട്ട് പണിയൊക്കെ കഴിഞ്ഞു. ജാനിക്കുട്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും എത്തിയിട്ടില്ല. ഞങ്ങൾ രാവിലെ ഒന്ന് ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വന്നു, ഞാനും പൊന്നും. ഇപ്പം എല്ലാവരും വന്നിട്ട് ഇനി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ ഫുൾ സെറ്റ് ചെയ്തു. ടേബിൾ ഉള്ളിടത്ത് ഈ സോഫ കൊണ്ടിട്ടു. ഹായ് പാപ്പ, എന്തെങ്കിലും പറയാനുണ്ടോ? കുളിക്കട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ മേമയും കസിനും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളവരെന്നെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിതാ ഇപ്പോൾ 12 മണിയായി. ഇപ്പോഴാണ് അമ്പലത്തിൽ പോണത്. എല്ലാവരും വന്ന് റെഡിയായി. എല്ലാവരും വന്നിട്ട് അമ്പലത്തിൽ പോകാനായിരുന്നു കേട്ടോ പ്ലാന്. അപ്പോൾ എല്ലാവരും കൂടെ എത്തണ്ടേ? ഇപ്പോഴും പകുതി പേര് എത്തിയിട്ടില്ല. പക്ഷേ അമ്പലം അടയ്ക്കാറായി. ചിലപ്പോൾ അമ്പലം അവിടെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളവർ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ, എല്ലാവരും കാത്തിരുന്നിട്ട് അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ഉള്ള ആൾക്കാരായിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. ചെറുമാമ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ ദാ ഇപ്പോൾ എത്തുന്നു. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഞാവൽപ്പഴത്തിൻ്റെ മരമുണ്ട്. അപ്പോൾ അതിൽ ഞാവൽപ്പഴം ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അത് ഒരെണ്ണം വലുത് നല്ല ഫ്രഷ് സാധനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അത് കഴിച്ചു വിട്ടാ. ഞാവൽപ്പഴം ഉണ്ടായിട്ട് വരുന്നേ ഉള്ളൂ. ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ജാനിക്കുട്ടി ഇതാ പട്ടുപാവടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരച്ചിലായി, കാരണം ചൂടല്ലേ. അപ്പം പിന്നെ അതൊക്കെ ഊരിയിട്ട് കൊടുത്തു. ഇത് നമ്മുടെ പൂച്ചക്കുന്ന് ടീമിൻ്റെ ആനയാണ് കേട്ടോ. ആനേനെ വരവേൽക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല ഗംഭീര വരവേൽപ്പ് തന്നെയായിരുന്നു ആനയ്ക്ക്. ആന പോയിട്ടേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അതും നോക്കി അവിടെ നിന്നു. അപ്പോൾ ഇതാണ് കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രം. എൻ്റെ പഴയ വ്ളോഗിലൊക്കെ ഞാൻ ഈ അമ്പലം കാണിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെയായി, അമ്പലം നട അടച്ചു. ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല. പിന്നെ ഞാനും പിന്നെ രാവിലെ തൊഴുതില്ല, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷെ ബാക്കി ആർക്കും തൊഴാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലമല്ലേ, എപ്പോൾ വേണമെങ്കിലും പോവാം, സങ്കടമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് തൊഴുതു. പിന്നെ പറ വയ്ക്കുന്നത് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. പറവെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോ കുടുംബക്കാരായിട്ട് പറയൊക്കെ നിറച്ച് അതിൽ നെല്ല് നിറയ്ക്കുന്നുണ്ടായിരുന്നു. പറവെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നട തുറക്കും. പിന്നെ നമുക്ക് കയറി തൊഴാം. പക്ഷെ ഞങ്ങൾ പറവെപ്പ് കഴിയുന്ന വരെ ഞങ്ങളവിടെ കാത്തു നിന്നില്ല. കാരണം അച്ഛൻ്റെ ഫ്രണ്ട്സിനെയും പിന്നെ മാമനും വൈഫിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ച നേരമായല്ലോ, അപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ട സമയമല്ലേ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും പോന്നു കഴിഞ്ഞ് ശരിയാവില്ലല്ലോ. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ചൂട്. അപ്പോൾ ജാനിക്കുട്ടി ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും എന്ത് ചെയ്തു, ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു.
കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം തിരക്കായാലോ എന്ന് വിചാരിച്ചിട്ട് പൂരപ്പലഹാരം കൂടി ആ ഒരു സമയത്ത് തന്നെ വാങ്ങിച്ചു കേട്ടാ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കത്തി വെച്ച് ചിരിച്ച് കളിച്ചിട്ട് പിന്നെ വേഗം ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ ഒരു ആനയും കൂടി കണ്ടു കേട്ടോ. അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു ആനയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തലേദിവസമൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ ശ്രീകുട്ടി ആവണി എല്ലാവരും വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യമ്മ എത്തി. വല്യമ്മ വിളിച്ചിട്ട് ലേറ്റായിട്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു ചെറിയൊരു പണി വീട്ടിലുണ്ടായിരുന്നു, അത് കാരണമാണ് ലേറ്റായത്. അപ്പോൾ വല്യമ്മ കുറേ ഫ്രൂട്ട്സും കേക്കും ഐസ്ക്രീമൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവില്ല, അപ്പോൾ തണുപ്പിച്ച് കഴിക്കാൻ വാട്ടർ മെലണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വല്യമ്മയും വലിയച്ഛനും വന്നപ്പോൾ പിന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിട്ട് പിന്നെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഫുഡിന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നല്ല ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണിയും പിന്നെ സാലഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് ഏൽപ്പിച്ചത്. രാവിലെ ഒരു 25 പേർക്കുള്ള ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേരൊന്നും നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല, പക്ഷെ 2 നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഫുഡ് ഏൽപ്പിച്ചത് കേട്ടോ. ഫുഡ് സാധാരണ ഇയാളുടെ അടുത്ത് നല്ല ഫുഡാവാറ് ചെയ്യാറ്, പക്ഷെ ഇപ്രാവശ്യത്തെ ബിരിയാണി അത്ര നന്നായിട്ടില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞങ്ങളും തൊട്ടപ്പുറത്ത് തന്നെ അമ്മമാരും ഇരുന്നു കേട്ടോ. അച്ഛന്മാർ അവിടെ ഇരുന്ന് കമ്പനി അടിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭക്ഷണം ഇനി എപ്പോഴാണ് കഴിക്കാമെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും അമ്മമാരും പിള്ളേരൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു. വിചാരിച്ച പോലെ ഒരു പൂരാഘോഷമായില്ല കേട്ടോ. പൂരം അവിടെ അടിപൊളിയായിട്ട് നടന്നെങ്കിലും പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടുകാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വല്യച്ഛനും വല്യമ്മയും 2 മേമ്മമാരും പാപ്പന്മാരും അമ്മയച്ഛനും, പക്ഷെ കസിൻസ് ഫുള്ളായിട്ട് എത്തിയിട്ടില്ലല്ലോ, അവരുടെ മക്കളും ഇല്ല. അങ്ങനൊരു ഗുമ്മുണ്ടായിരുന്നില്ല. ഒക്കെ അവിടെ ഇവിടെ ചടഞ്ഞ ഉറക്കം തൂങ്ങിയ പോലെ ഇരുന്നിരുന്നു. പിന്നെ പൊന്നും ലിച്ചും ആവണിയും ശ്രീകുട്ടിയും കൂടി കമ്പനി അടിച്ചൊരു റൂമിലിരുന്നു. ഞാനാണെങ്കിലും എനിക്കൊരു കമ്പനി ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞങ്ങളിതാ പൂരം കാണാൻ വേണ്ടിയിട്ട് റെഡിയായി. പക്ഷെ വീട്ടിലുള്ള ആരും റെഡി ആയിട്ടില്ല, ഞാൻ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഗൈസ്, ഞാൻ അയൽവാസികളോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് വരികയാണ്. ഇവിടെ ഇതുവരെയായിട്ടും ആരും ഒരുങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇതാ പൂരം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചുതരാം, എല്ലാവരും കാണിച്ചുതരാം. ഇതാ അമ്മയും വല്യമ്മമാരും ഇതാ പൂരത്തിന് പോകാൻ ഒരുങ്ങി. പിന്നെ ഇതാ പിള്ളേരും ആവണിയും ശ്രീക്കുട്ടിയും അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടും പിള്ളേരുടെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിതാ പൂരം കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പോകണം, നല്ല ചൂടല്ലത്. പക്ഷെ ഞാനൊരൊറ്റ ആളാണ്, എന്തെനിക്ക് വീഡിയോ എടുക്കണം, വീഡിയോ ക്ലിപ്പ് എടുക്കണം, പാന വന്നു കഴിഞ്ഞാൽ അത് എടുക്കണം എന്നൊക്കെ പണ്ട് ഞാനാണ് കുത്തിപ്പൊക്കി എല്ലാത്തിനെയും കൊണ്ട് പോണത്. അങ്ങനെ ഞങ്ങൾ പൂരം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ റീൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്, ഒന്നും ശരിയായിട്ടില്ല. ഈ 4 എണ്ണം തെറ്റിച്ചോണ്ടിരിക്കുക. ഇവര് ഉച്ച തൊട്ടിട്ടേ പ്രാക്ടീസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പും പൊട്ടി. ശുഭം. ഞങ്ങൾ കുന്നിറങ്ങിയത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. കാരണം താമരപ്പള്ളിയിൽ നിന്ന് 5 ആനകൾ വരുന്നുണ്ടായിരുന്നു. റോഡ് ഫുള്ള് ബ്ലോക്ക്, നല്ല തിരക്ക്. അങ്ങനെ പൂരപ്പറമ്പിൽ 15 ആനകളും നിരന്ന് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ട് സെൻറ്ററിൽ പോയിട്ട് എടുത്തതാണ്. സാധാരണ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആ പറമ്പിൽ തന്നെ ഒരു വീടും അതിൻ്റെ അടുത്തൊരു മതിലും ഉണ്ടാവും. അതിൻ്റെ അപ്പുറം ഞങ്ങൾ കിടക്കാറില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് പൂരം കാണാറ്. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പാനിപൂരി കഴിച്ചു. പിള്ളേർക്ക് കുറച്ച് ടോയ്സും അമ്മമാർക്ക് വളമൊക്കെ വെടിച്ചു കേട്ടോ. അവർ നല്ല ചില്ലാൻ വൈബായിട്ടാണ് നടന്നിരുന്നത്. അതും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ആനപ്പൂരം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ജാനിക്കുട്ടീനെ വീട്ടിലേൽപ്പിച്ചു. ഒന്ന് ഫ്രഷായിട്ട് ഞാനും കസിൻസും പൊന്നും ലച്ചും പിന്നെ ഒരു മാമിയും കൂടിയിട്ട് തിരിച്ച് വീണ്ടും പൂരപ്പറമ്പിലേക്ക് വന്നു കേട്ടോ. ആനകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നല്ല പരിപാടികൾ വേറെയുണ്ട്. തമ്പോറടി, പിന്നെ കാവടി, പിന്നെ അതുപോലെ തന്നെ 2-3 ടീംസിൻ്റെ വക ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ് കൊട്ടലും അങ്ങനെ വേറെയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂരപ്പറമ്പ് നല്ല അടിപൊളി സംഭവമാക്കിയിട്ട് എല്ലാവരും കൂടി കളറാക്കിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോന്നു കേട്ടോ. കാരണം നാളെ വർക്കിംഗ് ഡേ ആണ്. എല്ലാവർക്കും തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകണമല്ലോ. ഓൾറെഡി വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയാണ്. ഡിന്നർ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു
രാവിലെ കാളകളിയും കാളിപ്പൂരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയിണ്ടായിരുന്നില്ല കാണാൻ, കിടന്നുറക്കമായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ളത് സെറ്റാക്കി. ഇനി രാത്രിയിൽ എന്താ സ്പെഷ്യൽ എന്ന് കാണിക്കണ്ടേ. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച നല്ല മുളകിട്ട മീൻകറിയും സാമ്പാറും കാളനും അവിയലും ഇഞ്ചുംപുളി പിന്നെ നല്ല ചോറും, നല്ല ചൂട് ചോറും. അപ്പോൾ എല്ലാവർക്കും രാത്രിയിലത്തെ ഭക്ഷണമാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേരുകൾ പിന്നെ ബിരിയാണിയാണ് കഴിച്ചത്. അവരിതാ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു സൈഡിൽ അങ്ങോട്ട് സൈഡായി കിടക്കുകയാണ്, ആകെ ടയേർഡായി. പിന്നെ ശ്രീകുട്ടി ഇത്തിരി ബിസിയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവളുടെ കല്യാണത്തിനാവും ഒത്തുചേരുക. അന്ന് എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് എന്തായാലും കളറാക്കണം. അങ്ങനെ ഞാനിതാ ക്യാമറയും കൊണ്ട് എല്ലാവരുടെ പിന്നാലെ നടക്കുകയാണ്. അച്ഛന്മാരുടെ എന്താ പറയുക, നല്ലൊരു ഷോട്ട് കിട്ടിയില്ല, അവർ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അവരുടെ വർത്തമാനം കമ്പനിയുടെ ഒന്നും ഇതുവരെ കഴിഞ്ഞില്ല. പൂരാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ പൂരാഘോഷത്തിൻ്റെ വ്ളോഗ് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. വിചാരിച്ച പോലെ അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ, എല്ലാവരും വരാത്തതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.